സാർ നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ ഇലക്ഷൻ ചൂടുപിടിച്ചിരിക്കുന്നു. കുറേ നാളായി നമ്മൾ തമ്മിൽ ഒരു സംവാദത്തിൽ ഏർപ്പെട്ടിട്ട് പ്രധാന പ്രശ്നം കേരളം ഇക്കുറി ആര് നേടും എന്നുള്ളതാണ് പലപ്പോഴും പലരും ചർച്ചയാക്കിയേക്കുന്നത്. അപ്പോൾ ഇതിൽ പ്രധാന പ്രശ്നം ഇടതുപക്ഷം നേടുമോ അതോ UDF വീണ്ടും ഭരണം തിരിച്ചു പിടിക്കുമോ എന്നൊക്കെയുള്ള ഒരു കുലങ്കുഷമായ ഒരു ചർച്ച നടക്കുന്നുണ്ട്. പക്ഷേ ഇതിനിടയിൽ CPM അനുകൂലമല്ലാത്ത രീതിയിലുള്ള പ്രതികരണങ്ങളും അതുപോലുള്ള ചില പ്രവർത്തനങ്ങളും CPM ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. CPM 63 വർഷത്തെ മഹിത പാരമ്പര്യമുള്ള നേതാക്കന്മാരൊക്കെ CPM പുറത്തു പോയിരിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ എല്ലാ കാലത്തും ഇലക്ഷൻ സമയത്ത് ബഹുമാന്യനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭാഷയ്ക്ക് ഓരോരോ പദങ്ങൾ സംഭാവന ചെയ്യാറുണ്ട്. ഇക്കുറി അത് ചെറ്റത്തരമാണ്. പരനാറി, കുലംകുത്തി എന്നുള്ള പ്രയോഗത്തിനൊക്കെ ശേഷം ഇപ്പോൾ വന്നിരിക്കുന്നത് ചെറ്റത്തരമാണ്. ഇത് പറയാൻ കാരണം വർഗവഞ്ചകരെ പിന്നെ എങ്ങനെയാണ് വിശേഷിപ്പിക്കേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ വർഗവഞ്ചകരും നമ്മൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പുതിയതായിട്ട് വന്നൊരു പദമാണ് ഇവരുടെ ഭാഷയിൽ. പണ്ട് ചങ്ങമ്പുഴ പാടിയ പോലെ എവിടെ തിരിഞ്ഞെന്ന് നോക്കിയാലും അവിടെ എല്ലാം പൂത്ത മരങ്ങൾ മാത്രം എന്നൊരു കവിതയിൽ പാടിയിട്ടുണ്ട്. അതുപോലെയാണ് ഇപ്പോൾ CPM എവിടെ തിരിഞ്ഞെന്ന് നോക്കിയാലും അവിടെ എല്ലാം വർഗവഞ്ചകരെ മാത്രമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് CPM പോകുന്ന ആളുകളെല്ലാവരും വർഗവഞ്ചകരും മറ്റുള്ള പാർട്ടിയിൽ നിന്ന് CPM വരുന്നവരൊക്കെ സ്വീകാര്യരും എന്നുള്ള രീതിയിലേക്ക് മാറിപ്പോയത് എന്നറിയില്ല. പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ വക്താക്കളാണ് തങ്ങളെന്ന് അവകാശപ്പെടുന്ന CPM ഇന്നിപ്പോൾ 2026 തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ എവിടെ ചെന്ന് നിൽക്കുന്നു അവരുടെ ഈ സാംസ്കാരിക അവബോധം? സാംസ്കാരിക അവബോധം എന്ന് പറയുന്നതിനേക്കാൾ അത് ജീർണത എന്ന് പോലും പറയാൻ നമുക്ക് പറ്റില്ല. പക്ഷെ ഒന്നുണ്ട്, ബൗദ്ധിക കരുത്തിനെ ചെറുപ്പക്കാരാണെങ്കിൽ അവരോടൊപ്പം നിൽക്കുന്ന സാഹിത്യകാരന്മാരെ, ടീച്ചേഴ്സ്, സർവീസ് ഇതിനെ മുഴുവൻ വന്ധ്യംകരിക്കുന്ന ഒരു വലിയ ലാബറട്ടറിയായിട്ട്, ആരുടെ കഴിവിനെ, ബൗദ്ധികമായ കഴിവിനെയും വന്ധ്യംകരിക്കുന്ന ഒരു വലിയ ലാബറട്ടറിയായിട്ട് CPM മാറി എന്നുള്ളതാണ് സത്യം. ആ കർമ്മത്തിന് നേതൃത്വം കൊടുത്തത് പിണറായി വിജയനും MV ഗോവിന്ദനുമാണ്. അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ആരും എന്തെല്ലാം തെറ്റ് ചെയ്താലും, എന്തെല്ലാം ക്രൂരത ചെയ്താലും, എന്തെല്ലാം നിന്ദ്യമായ പ്രവൃത്തി ചെയ്താലും അങ്ങനെയുള്ളവരെ മുഴുവൻ താലോലിക്കുകയും അവരുടെ താല്പര്യങ്ങൾക്കെതിരായി നിൽക്കുന്ന ആ വ്യക്തികളെ ഈ വർഗവഞ്ചകൻ എന്നുള്ള ക്ലാസിഫിക്കേഷനിൽ പെടുത്തുകയും ചെയ്തു. അത് പ്രകടമായ ഉദാഹരണം, രക്തസാക്ഷി ഫണ്ട് വെട്ടി തിന്നാന്ന് തന്നെ പറയാം, വെട്ടി കൊണ്ടുപോയ പയ്യന്നൂർ MLA മധുസൂദനൻ വർഗവഞ്ചകനല്ല, വർഗസമരത്തിൻ്റെ നായകനാണ്. അത് ചൂണ്ടിക്കാണിച്ച് കുഞ്ഞികൃഷ്ണൻ വർഗവഞ്ചകൻ. ഇപ്പുറത്ത് അതുപോലെ തന്നെ സുധാകരനും. സാർ ഇവിടെ അത് പറയുമ്പോൾ ഞാനൊന്ന് ഇടപെടാണെന്ന് വിചാരിക്കരുത്. 63 വർഷത്തെ പാർട്ടിയായിട്ടുള്ള ബന്ധമാണ് G. സുധാകരൻ പാർട്ടി ഭരണത്തിലിരുന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2 തവണ മന്ത്രിയായിരുന്നു, 4 തവണ അവിടുന്ന് ആലപ്പുഴ, പാർട്ടിയുടെ ഈറ്റിലാണ് ആലപ്പുഴ. അതായത് പാർട്ടിയുടെ ചെങ്കോട്ട എന്ന് പറയുമ്പോൾ കണ്ണൂരും ആലപ്പുഴയും CPM സംബന്ധിച്ചിടത്തോളം മറ്റ് ജില്ലകൾ പോലെയല്ല, അറിയാലോ. അപ്പോൾ ഈ ആലപ്പുഴയിൽ പാർട്ടിയുടെ അത്രത്തോളം മഹിതമായിട്ടുള്ളൊരു പാരമ്പര്യമുള്ള ഒരാൾ, 43 വർഷക്കാലം സംസ്ഥാന സമിതിയിൽ പ്രവർത്തിച്ച ഒരാൾ, ആ പാർട്ടിയുടെ ജീർണത ചൂണ്ടിക്കാണിച്ചുകൊണ്ട് CPM ഒരിക്കലും എതിരല്ല ഞാൻ എന്നാണ് സുധാകരൻ ഇപ്പോഴും പറയുന്നത്. അതായത് ഇപ്പോൾ ജനകീയ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് അമ്പലപ്പുഴയിൽ മത്സരിക്കുന്ന ഈ സുധാകരൻ ഇപ്പോഴും പറയുന്നത് ഞാൻ CPM എതിരല്ല, CPM നശിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല, CPM എതിരല്ല മത്സരിക്കുന്നത്. പിന്നെ എന്തുകൊണ്ട്? ആർക്കെതിരെ? CPM ഇന്ന് കാണുന്ന തരത്തിലേക്ക് ജീർണത ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നയവൈകല്യങ്ങൾ ഉണ്ടാക്കിയ നേതാക്കന്മാർക്കെതിരെ ആണ് ഞാൻ പെരുമാറുന്നത് അല്ലെങ്കിൽ പൊരുതുന്നത്. പുത്തൻകൂറ്റ് നേതാക്കന്മാർ എന്നുകൂടി എടുത്ത് പറഞ്ഞിട്ടുണ്ട്. സജി ചെറിയാൻ, H. സലാമൊക്കെ ഉൾപ്പെടെയുള്ള ആളുകളെ തന്നെയാണ് ഉന്നം വെച്ചിരിക്കുന്നത്. ഇവിടെ മറ്റൊരു കാര്യം കൂടി പറയാതെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ആണിക്കല്ലായി നിൽക്കുന്ന പിണറായി വിജയന് കൊടുത്ത ശക്തമായ അടി തന്നെയാണ്. കാരണം ഒരിക്കൽ പോലും സുധാകരനെ ബ്രാഞ്ച് തലത്തിലേക്ക്, സംസ്ഥാന സമിതിയിൽ നിന്ന് ബ്രാഞ്ച് തലത്തിലേക്ക് മാറ്റിയിട്ട് എങ്ങനെയുണ്ട് അവിടെ പ്രവർത്തന രീതികളെന്ന് ഒരിക്കൽ പോലും വിളിച്ചു ചോദിക്കാത്ത ആളുകൾ ഇപ്പോൾ 2026 ഇലക്ഷൻ സമയത്ത് നാഴികയ്ക്ക് 40 വട്ടം G. സുധാകരൻ വിളിച്ചു എന്ന് പറയണം, ഫോൺ എടുത്തില്ല എന്ന് പറയണം. ഒരു കാര്യം നമുക്ക് തീർത്ത് പറയാൻ സാധിക്കും, G. സുധാകരൻ മന്ത്രിസഭയിൽ അംഗമായിരുന്നപ്പോൾ കൈയിട്ട് വാരി കാശുണ്ടാക്കാൻ പറ്റിയ വകുപ്പുകൾ മാത്രമാണ് കൈകാര്യം ചെയ്തിരുന്നത്. എനിക്ക് തോന്നുന്ന പൊതുമരാമത്ത് വകുപ്പ് ഏറ്റവും കാര്യക്ഷമമായിട്ട് കൊണ്ട്, സഹകരണ വകുപ്പ്, ദേവസ്വം വകുപ്പ്,
ഇന്ന് നോക്കൂ, ഇന്ന് ഏറ്റവും കൂടുതൽ അഴിമതി നടക്കുന്നു എന്ന് നമ്മൾ ഇന്ന് ഈ നിമിഷം വരെ ചർച്ചയായിരിക്കുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ദേവസ്വം വകുപ്പിൽ എന്താ നടന്നിരിക്കുന്നത്? 2018-19 കാലത്ത് കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോഴാണ് നടന്നിരിക്കുന്നത് എന്നുള്ളത് അവരും പറഞ്ഞിട്ടുണ്ട്, സുരേന്ദ്രനും സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ സുധാകരൻ്റെ കാലത്ത് കുറച്ച് നാൾ അദ്ദേഹം അതിലുണ്ടായിരുന്നുള്ളൂ. സുധാകരൻ്റെ കാലത്ത് അവിടെയൊക്കെ വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. പൊതുമരാമത്ത് വകുപ്പിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുന്നേറ്റം നടത്തിയിരിക്കുന്ന സമയം ജി സുധാകരൻ്റെ കാലത്ത് തന്നെയാണ്. ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ നദിക്ക് കുറുകെയുള്ള പാലം എന്ന് പറയുന്ന പെരുമ്പളം പാലം, ഈ പാലത്തിൻ്റെയൊക്കെ അടിസ്ഥാന ശിലപാകിയത് സുധാകരൻ്റെ കാലത്ത് തന്നെയാണ്. എന്നിട്ട് ആ പാലത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ സുധാകരൻ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു കാണുമ്പോൾ ഒരു കസേര ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഈ കസേര നേരത്തെ അവർ ഒഴിച്ചിട്ടതാണ്. സുധാകരൻ എന്ന CPM നേതാവിൻ്റെ കസേര അവർ നേരത്തെ ഒഴിവാക്കിയതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ വിഷയത്തിൽ നിന്ന് മാറില്ല. വർഗവഞ്ചകർ, സാറ് പറഞ്ഞതുപോലെ കുഞ്ഞികൃഷ്ണൻ പാർട്ടിയിലെ നയവൈകല്യങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ കുഞ്ഞികൃഷ്ണൻ വർഗവഞ്ചകനായി, TI മധുസൂദനൻ പാർട്ടിക്ക് ഒപ്പം നിൽക്കുന്ന അടിയുറച്ച ശക്തനായ നേതാവായി. ഈ സുധാകരനെ പറ്റി പറയുമ്പോൾ വീണ്ടും നമുക്ക് തുടങ്ങേണ്ടി വരും. ചന്തുമേനോനെ ഓർക്കുന്നുണ്ടല്ലോ. ചന്തുമേനോൻ എങ്ങനെയാ സാമൂഹ്യ വിമർശകനായിട്ട് അറിയപ്പെടുന്നത്? ഒരു വെറും ബ്രിട്ടീഷുകാരുടെ ഓഫീസിൽ കളക്ടറേറ്റ് ക്ലർക്കായിരുന്നു ചന്തുമേനോൻ. അപ്പോൾ അവിടെ മുഴുവൻ അഴിമതി നടക്കുന്നു. റായി ബഹദൂർ. അപ്പം സായിപ്പ് കളക്ടർ വന്ന് തുക്കുടി സായിപ്പ് ചോദിക്കുന്നു, മുഴുവൻ അഴിമതിയാണ്, സർക്കാർ അക്കൗണ്ടത്തിൽ കൈയിട്ടാൽ എല്ലാവരും നക്കുമെന്നാണ് എക്സ്പ്ലനേഷൻ. അപ്പോൾ സർക്കാർ അക്കൗണ്ടത്തിൽ കൈയിട്ടാൽ എല്ലാവരും നക്കുമോ എന്ന് ഈ സായിപ്പ് ചോദിക്കുമ്പോൾ, ഇല്ല ഞാൻ നക്കിയല്ലെന്ന് പറയാൻ അവിടെ ഒരു ചന്തുമേനോൻ ഉണ്ടായിരുന്നു. ഇന്ത്യയിലേക്ക് എഴുതിയ ചന്തുമേനോൻ ഉണ്ടായിരുന്നു. അതുപോലെ പറയാൻ പറ്റുന്ന, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പറയാൻ പറ്റുന്ന ചുരുക്കം ചില ചന്തുമേനോന്മാരിൽ ഒരാളാണ് ജി സുധാകരൻ. അതുകൊണ്ട് തന്നെയാണ് അയാളെ ഒറ്റപ്പെടുത്തി വേട്ടയാടുന്ന രീതിയിലാണ്. കൺമുമ്പിൽ, സ്വന്തം കൺമുമ്പിൽ നാട്ടുകാരെ അപഹസിച്ച് പരിഹസിച്ച് ഈ മനുഷ്യനെ ഒന്നുമല്ലാതെ നോക്കൂ സാർ, ബ്രാഞ്ച് തലം മുതൽ CPMൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബി വരെയാണ് ജി സുധാകരന് വേണ്ടി പ്രചരണത്തിന് വേണ്ടി ഇറങ്ങിയിരിക്കുന്നത്. ഒരു പാർട്ടിയിൽ നിന്നും പുറത്തു പോയ ഒരാളെ ഇത്രയധികം ഈ പാർട്ടി ഭയപ്പെടുന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ കേഡർ പാർട്ടി സ്വഭാവമുള്ള പാർട്ടിയാണ് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയാം. കേരളത്തിലാണ്, ഇപ്പോൾ വേറെ എവിടെയാണത് ഉള്ളത് തപ്പി നോക്കേണ്ടി വരും. അപ്പോൾ ഈ സംഭവം, ഇതിൽ നിന്ന് ജി സുധാകരനെ പോലൊരു നേതാവ് പുറത്തു പോകുമ്പോൾ അമ്പലപ്പുഴയിൽ ഏത് വിധേനയും വേണ്ടില്ല ഈ സീറ്റ് പിടിക്കണം എന്നുള്ളൊരു വ്യഗ്രതയോടുകൂടി MA ബേബിയും പിണറായി വിജയനും MP ഗോവിന്ദനും അടക്കമുള്ള ആളുകൾ ഒന്നായിക്കൊണ്ട് ജി സുധാകരനെതിരെ തിരിയുമ്പോൾ ജി സുധാകരൻ അത്ര ചെറിയൊരു മീനല്ല എന്നുള്ളത് ഇവർക്ക് കൃത്യമായിട്ടറിയാം. ഇപ്പോൾ നമുക്ക് ഒന്നൊന്നായിട്ട് സംഭവങ്ങൾ പുറത്തു വരികയാണ്. VS അച്യുതാനന്ദൻ ലാവലിൻ കേസിൽ പിണറായി വിജയനെതിരെ പാർട്ടി തല നടപടി വേണം, പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള കാര്യങ്ങളും ആ പേപ്പർ മടക്കി കീസയിൽ ഇട്ടു എന്നാണ് പറയുന്നത് ജി സുധാകരൻ എതിർത്തതിൻ്റെ പേരിൽ. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ ജി സുധാകരൻ കൊടുത്ത സ്റ്റേറ്റ്മെൻ്റാണത്. കൃഷ്ണപിള്ള സ്മാരകം തകർത്തത് ആരാമെന്നുള്ളത് എനിക്കറിയില്ല, എങ്കിലും ആ വാക്കിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. അവരിന്നും പാർട്ടിക്കകത്തുള്ളവരാണ്, പാർട്ടിക്കകത്ത് ഇന്നും തുടരുന്നവരാണ്. പിണറായി വിജയന്റെ സംരക്ഷണം കഴിയുന്നവർ തന്നെയാണ് തകർത്തത്. ആരാണ് എന്ന് എനിക്കറിയില്ല എന്നുണ്ടെങ്കിലും എന്തുകൊണ്ടാണ് രാത്രി 2:30 മണിക്ക് സജി ചെറിയാൻ അവിടെ വന്നത്? അതിലെല്ലാം ഉണ്ട്. ആ ഒരു കമൻറ്റിൽ സജി ചെറിയാൻ പാദരാത്രിക്ക് വെളുപ്പാങ്കാലത്തോടെ വരുന്ന എന്തിനു വന്നു എന്നുള്ള ചോദ്യത്തിൽ സുധാകരൻ പറയാൻ പോകുന്നതിൻ്റെ മുഴുവൻ കണ്ടന്റും ഓട്ടോമാറ്റിക്കായിട്ട് വന്നു. സാർ, നമ്മൾ ഉൾപ്പെടെയുള്ള ഈ കേരളീയരാരും അരിയാഹാരം കഴിക്കുന്നവരാരും മന്ദബുദ്ധികളല്ല. ഈ പാർട്ടി അടിമക്കമ്മികൾ കൊടുക്കുന്ന ക്യാപ്സ്യൂളുകൾ വിഴുങ്ങിയിട്ടല്ല നമ്മൾ ഓരോ കാര്യങ്ങൾ വിശകലനം ചെയ്യേണ്ട വിലയിരുത്തുന്നത്. CPM എന്ന പ്രസ്ഥാനം ഒരു കാരണവശാലും ഈ കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് നശിക്കാൻ പാടില്ല എന്നുള്ളൊരു മനസ്സുള്ള ഒരാളാണ് ഞാൻ. ഇടതുപക്ഷ ചിന്താഗതി ഒരു കാരണവശാലും മാറാൻ പാടില്ല. കാരണം അധസ്ഥിത വർഗത്തിൻ്റെ, അടിസ്ഥാന വർഗത്തിൻ്റെ പാർട്ടിയായിട്ട് ഇത് ഡെവലപ്പ് ചെയ്ത് വന്നൊരു പാർട്ടിയാണ്. തൊഴിലാളി പ്രസ്ഥാനത്തിന് വേണ്ടി, അധസ്ഥിതത്തിന് വേണ്ടി നിലകൊണ്ട ഒരു പാർട്ടിയാണ്. അന്ന് രൂപം കൊണ്ടതിൽ നിന്ന് ഇന്ന് അതിന് എത്രത്തോളം അപഭ്രംശം ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് ചിന്തിക്കപ്പെടേണ്ട കാര്യം. അതിനേക്കാൾ കൂടുതലായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ റോള് എന്ന് പറഞ്ഞാൽ അത് ഭരണത്തിലാണെങ്കിൽ അധികാരത്തിലാണെങ്കിലും അല്ലെങ്കിലും വളരെ ദുർബലമായ ശക്തിയുള്ളെങ്കിൽ പോലും അതൊരു തിരുത്തൽ ശക്തിയായിരുന്നു. സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന, സ്ഥാപനങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന തെറ്റുകളെ ചൂണ്ടിക്കാണിക്കാനെങ്കിലും അവർക്ക് പറ്റുമായിരുന്നു. ഇന്ന് ആ ചൂണ്ടിക്കാണിക്കാനുള്ള അവസരം നഷ്ടപ്പെടുക. അതിന് ചൂണ്ടിക്കാണിക്കുന്നവരെ കൈ ആദ്യം വെട്ടിക്കളയുക. അത് തന്നെയാണ്, അത് സാറ് പറഞ്ഞതാണ് അതിൻ്റെ ശരിയായ രീതി. കാരണം ആ ചൂണ്ടിക്കാണിച്ച കൈകളാണ് ജി സുധാകരനും TK ഗോവിന്ദനും കുഞ്ഞികൃഷ്ണനല്ലേ. ഇപ്പോൾ നോക്ക്, ഇപ്പോൾ TK ഗോവിന്ദനിലേക്ക് വരുമ്പോൾ TK ഗോവിന്ദൻ പറഞ്ഞ ഒരു കാര്യമാണ്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് നിരക്കാത്തൊരു കാര്യമാണ് പിന്തുടർച്ചാവകാശക്കാരെ കൊണ്ടുവരിക എന്നുള്ളത്.
അപ്പോൾ ആ പിന്തുടർച്ചാവകാശം ഒരു വനിതാ നേതാവ് വേണം എന്നുള്ളത് ആദ്യം തന്നെ തീരുമാനിക്കുന്നത് തളിപ്പറമ്പില്ലേ. അവിടെ സുകന്യുണ്ടോ? അവിടെ സുകന്യുണ്ട്. ലാത്തി ചാർജ് വരെ മേടിച്ച വിദ്യാർത്ഥി. അത് നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ നമുക്കത് വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യാം. അപ്പോൾ വനിതാ നേതാവ് വേണമെന്ന് പറയുമ്പോൾ ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ സുകന്യുണ്ട്, അല്ലെങ്കിൽ മറ്റ് ജില്ലയിൽ തന്നെയുള്ള മറ്റ് പേരുകേട്ട പല നേതാക്കന്മാരും ഉണ്ട്. അവരെയൊക്കെ വെട്ടിമാറ്റി എന്തുകൊണ്ട് ശ്യാമളയിലേക്ക് മാത്രം പി കെ ശ്യാമളയിലേക്ക് വന്നു? 3 തവണ MLA ആയിരുന്ന MV ഗോവിന്ദൻ്റെ പിന്തുടർച്ച അവകാശിയായി ശ്യാമള അവിടെ വേണം എന്നുള്ളത് MV ഗോവിന്ദൻ്റെ വീടും തളിപ്പറമ്പിലെ പാർട്ടി കേന്ദ്രീകരിച്ച് നടന്ന ചില കറക്ക് കമ്പനികളുടെ വിഖ്യാതമായിട്ടുള്ള അല്ലെങ്കിൽ കുപ്രസിദ്ധമായ ചില കോടികളുടെ ഇടപാടുകൾ പുറത്തു വരാതിരിക്കുന്നതിന് വേണ്ടി എൻ്റെ പിന്തുടർച്ചാവകാശിക്കാരിയായി എൻ്റെ ഭാര്യ വേണം എന്നുള്ള ഗോവിന്ദൻ മാഷിൻ്റെ പിടിവാശിയാണ് പി കെ ശ്യാമളയുടെ തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥിത്വം എന്ന് ഞാനോ സാറോ പറഞ്ഞല്ല, TK ഗോവിന്ദൻ പറഞ്ഞാണ്. അപ്പോൾ വർഗ വഞ്ചകനായി. അല്ല, അതിനകത്ത് രണ്ടൊരു കൊടുക്കൽ വാങ്ങൽ നടക്കുന്നുണ്ട്. ശ്യാമളയെ അവിടെ കാൻഡിഡേറ്റ് ആക്കുമ്പോൾ തളിപ്പറമ്പിൽ മത്സരിപ്പിക്കണമെന്ന് ഗോവിന്ദൻ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർക്ക് കുറേ കൂടെ അടുത്ത കണ്ണൂർ ലോബിക്കാർക്ക് ഇഷ്ടപ്പെടാതിരിക്കും. പക്ഷേ ഇയാളെയും ആരാ നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട പയ്യന്നൂർ MLA മധുസൂദനെയും അങ്ങനെയുള്ളവരെ രക്ഷിക്കാൻ ഈ ഗോവിന്ദൻ അവരെ എതിർക്കാതിരിക്കാൻ ഈ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നു. ആ വിട്ടുവീഴ്ച ഗോവിന്ദൻ കണക്ക് പറഞ്ഞ് മേടിച്ചു. പിണറായി വിജയൻ പാർട്ടിയെ ഉപയോഗിച്ച് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ചോ അതിനെല്ലാം ഗോവിന്ദൻ കൂട്ടു നിൽക്കുമ്പോൾ ഭാര്യയുടെ MLA സ്ഥാനം MLA സ്ഥാനം കിട്ടണമെന്നില്ല, സമ്മതിച്ചു കൊടുക്കാതെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചു. അതാണ് ഗോവിന്ദൻ ചെയ്തത്. നോക്കൂ, ഇപ്പോൾ കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ജയരാജത്രയങ്ങൾ വലിയ ശക്തിയായിരുന്നു. ഇപ്പോൾ അവരുടെ ഒരു അവസ്ഥ എന്താണെന്നുള്ള ആലോചിച്ച് നോക്കൂ. പി ജയരാജനെയും MP ജയരാജനെയും ഇ പി ജയരാജനെ ആദ്യം വെട്ടി. അപ്പോൾ ഒരു പാർട്ടി എന്ന് പറയുമ്പോൾ കേന്ദ്രീകൃതമായ ഒരു തലത്തിലേക്ക് എത്തുക, അവിടെ ഞാനും എൻ്റെ മരുമോനും എൻ്റെ അച്ചിയും മാത്രം മതി എന്നുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറുമ്പോൾ നമ്മൾ അധികം ദീർഘിക്കുന്നില്ല. ഈ വർഗ വഞ്ചകരെ ചൂണ്ടിക്കാണിക്കുന്ന ആളുകൾ ഒന്ന് സാറ് പറഞ്ഞ പോലെ തന്നിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുക, ഒന്ന് കണ്ണാടി നോക്കുക. ഈ കണ്ണാടി നോക്കുമ്പോൾ നമുക്ക് ആറന്മുള കണ്ണാടി നോക്കി തന്നെ ശരിയായ പ്രതിബിംബം അതിലറിയാൻ പറ്റും. എന്തായാലും ഇവരൊക്കെ കണ്ണാടി നോക്കട്ടെ, വർഗവഞ്ചകർ ഇനിയും ഈ CPM ഉണ്ടാകാതിരിക്കട്ടെ. എന്തായാലും G സുധാകരനും TK ഗോവിന്ദനും കുഞ്ഞികൃഷ്ണനും എല്ലാം സമൂഹത്തിന് നൽകുന്ന ഒരു സന്ദേശം വളരെ വലുതാണ്. CPM ആ സന്ദേശം തിരിച്ചറിഞ്ഞാൽ കേരളത്തിൽ ഇടതുപക്ഷം ഇനിയും നിലനിൽക്കണം എന്നുള്ള ആളുകളുടെ ഇടതുപക്ഷ ചിന്താഗതിക്കാരുടെ താല്പര്യങ്ങളും സംരക്ഷിക്കപ്പെടും. അല്ലെങ്കിൽ വീണ്ടും ഇതൊരു ബംഗാളായി മാറും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ചർച്ച ഇവിടെ